ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇത് തിരുവനന്തപുരം വഴുതിക്കാടുള്ള ആസാദ് സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ഹോട്ടലാണ്. ആസാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് ബിരിയാണിയാണ് ഓർമ്മ വരാറുള്ളത്. ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നല്ല ആംബിയൻസിലാണ് കേട്ടോ ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉച്ചയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഊണ് കഴിക്കാൻ പറ്റും കേട്ടോ. വെജിറ്റേറിയൻ ഊണുണ്ട്, നോൺ വെജിറ്റേറിയൻ ഊണുണ്ട്. ഒരു 20 വർഷം മുമ്പ് ഞാൻ ഈ വഴുതിക്കാട് ഭാഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. ആ സമയങ്ങളിൽ ഇവിടെ പഴയ ഒരു ആസാദ് ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ സ്ഥിരം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ സാമ്പാർ എടുത്ത് പറയേണ്ട ഒരു ടേസ്റ്റാണ്. അന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 50 രൂപ ആയിട്ടുള്ളായിരുന്നു. ആ ഒരു സമയത്താണ്, 20 വർഷം മുമ്പാണ് കേട്ടോ. അന്ന് മുതലേ ഇവിടുത്തെ ഊണ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ അവർ ഊണ് ലിമിറ്റഡായിട്ട് മാത്രമേ ഉണ്ടാക്കി വയ്ക്കാറില്ല കേട്ടോ. താലി മീൽസ് പോലെയാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത്. വെജ് താലി മീൽസ് ഊണിന് 195 രൂപയും നോൺ വെജ് അതായത് ഫിഷ് കറി താലി മീൽസിന് 280 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫിഷ് കറി താലി മീൽസാണെന്ന് വാങ്ങിയത് കേട്ടോ. അതുപോലെ തന്നെ പണ്ട് കാലത്ത് തന്നിരുന്ന അതേ സ്റ്റൈലിലാണ് അവർ ഇപ്പോഴും ഈ ഒരു ചൂടുവെള്ളം കുടിക്കാൻ തരുന്നത്. ജീരകം ഇട്ട ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല സ്വാദാണ് ചൂടോടുകൂടി കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെയുള്ള കറികൾ ജസ്റ്റ് നോക്കാം. ആസ് യൂഷ്വൽ സാമ്പാറുണ്ട്, പിന്നെ പരിപ്പുണ്ട്, രസമുണ്ട്, അവിയലുണ്ട്, നല്ല ഇടിച്ച കപ്പയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തോരനായിട്ട് നമുക്ക് ക്യാബേജ് തോരനാണ് വരുന്നത്. പിന്നെ പായസമുണ്ട്, കട്ട തൈരും ഉണ്ട്. പക്ഷെ അത് വിളമ്പുന്ന രീതി നല്ല രീതിയിൽ അവർ സർവീസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഈ പാത്രങ്ങൾ കാണാൻ തന്നെ കട്ട തൈരിൻ്റെ പുറത്തൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ പായസം അരിപ്പായസമാണ് ഉണ്ടായിരുന്നത്. ശർക്കരയിട്ട അരിപ്പായസമാണ്. കുത്തരി ചോറിൻ്റെ മുകളിലൊരു ചമ്മന്തി ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തൈര് മുളകും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കണ്ടിട്ട് ഇത്രയേ ചോറുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ചോറ് അൺലിമിറ്റഡ് ആണ്. അവർ ആ സ്റ്റൈലിൽ വിളമ്പിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ചെറിയ ബൗളിൽ കൊണ്ട് തന്നിട്ടുള്ളത്. ആദ്യം തന്നെ പരിപ്പാണ് ട്രൈ ചെയ്ത്. നല്ല കട്ടിപ്പരിപ്പാണ് കേട്ടോ. ചമ്പാവരി ചോറും പരിപ്പും പപ്പടവും ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. നമ്മൾ മിക്കവാറും കല്യാണത്തിന് പോകുമ്പോഴും ഇങ്ങനൊരു കോമ്പിനേഷനാണ് കഴിക്കാറുള്ളത്. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ പരിപ്പിന്. പരിപ്പ് പപ്പടവും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഈ ഒരു ഊണിൻ്റെ കൂടെയുള്ള കറികൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം അവർ വീണ്ടും വിളമ്പി തരുന്നതാണ് കേട്ടോ. കറികളെല്ലാം നല്ല സ്വാദുണ്ടായിരുന്നു. പിന്നെ അവരുടെ സാമ്പാറാണ് കേട്ടോ. സാമ്പാർ അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണെന്നെങ്കിൽ പറയാം. കുറച്ച് സാമ്പാറും കൂടെ കൂട്ടി ആ ഒരു ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാർ അത്യാവശ്യം നല്ല കട്ടിയോടുകൂടി തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പഴയ രുചി ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു രുചി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു 20 വർഷം മുമ്പുള്ള ആ ഒരു ഊണിൻ്റെ സ്വാദ് തന്നെ എനിക്ക് ഇപ്പോഴും ഇവിടെ നിന്ന് കഴിച്ചപ്പം കിട്ടിയായിരുന്നു. കറികളെല്ലാം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അവിയലാണ് കേട്ടോ. അവിയലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ബോയിൽഡ് അവിയൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ആര്യാനിവാസിലെ അവിയൽ പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലായ ആര്യാനിവാസിലാണ്. പിന്നെ ഈ ഒരു ചമ്മന്തി വേറെ ലെവലാണ് കേട്ടോ. നല്ല തേങ്ങാ ചമ്മന്തിയാണ് തന്നത്. പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. അത് വേറെ ലെവലായിരുന്നു കേട്ടോ. ഇനിയാണ് നോൺ വെജ് താലി മീൽസിലെ മെയിൻ ഐറ്റമായ നമ്മുടെ നെയ്മീൻ കറി കേട്ടോ. നെയ്മീൻ കറി 2 തരത്തിലാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ മുളകിട്ട മീൻകറിയും, അടുത്ത ടൈപ്പ് കുടംപുളിയിട്ട മീൻകറിയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ മുളകിട്ട മീൻകറിയായിരുന്നു കേട്ടോ. മുളകിട്ട മീൻകറി നല്ല രസമാണ് കേട്ടോ. നല്ല രുചിയാണ്. കോട്ടയം സ്റ്റൈൽ എന്നാണെങ്കിൽ പറയാം. ഈ ഒരു മീൻകറിയിൽ ഒരു പീസ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മീൻകറിയുടെ ഗ്രേവി നല്ല കട്ടിയുണ്ടായിരുന്നു. അങ്ങനെ ലേശം മീൻകറിയും ചോറും കൂടെ ചേർത്ത് കഴിച്ചു. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോട്ടയത്ത് കല്യാണത്തിനൊക്കെ പോയി കഴിക്കാറില്ലേ, ആ ഒരു മീൻ കറിയുടെ ടേസ്റ്റ് ആയിരുന്നു. മീനായിരുന്നെങ്കിൽ നല്ല ഫ്രഷാണ് കേട്ടോ. മീൻ വിഭവങ്ങളിൽ മീൻ കറി മാത്രമല്ല കേട്ടോ, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഫിഷ് ഫ്രൈ ഒക്കെ അവരിവിടെ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അതിന് സെപ്പറേറ്റ് ക്യാഷ് ആവും, അത്ര മാത്രമേ ഉള്ളൂ. അടുത്തത് ഇവിടുത്തെ കപ്പയും മീൻ കറിയായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഇടിച്ച കപ്പയാണ്. ഇടിച്ച കപ്പയും കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻ കറിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനും വല്ലാതൊരു ടേസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. കുറച്ച് ചോറും കുറച്ച് കപ്പയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. അതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. മീൻകറി എടുത്ത് പറയേണ്ടതാണ്. ആ മീൻകറിയും ചോറും കൂടെ മിക്സ് ചെയ്തതിൻ്റെ കൂടെ ലേശ രസവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. അത് വേറെ ലെവലാണ് കേട്ടോ. ഈ ഒരു നോൺ വെജ് മീൽസിനോട് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് മീനച്ചാറുണ്ടായിരുന്നു കേട്ടോ. നല്ല കേരച്ചൂര കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മീനച്ചാറായിരുന്നു. കിടിലം ഗംഭീരമായിരുന്നു കേട്ടോ ഒരു മീനച്ചാറ്. അത്യാവശ്യം പുളിപ്പും എരിവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതലായിട്ട് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കുറച്ച് അച്ചാറിൻ്റെ ആ ഒരു ഗ്രേവിയും കഷ്ണവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു. ഓ, എന്നാ ടേസ്റ്റെന്നറിയാം. ഈ ഒരു മീനച്ചാർ എപ്പോഴും കിട്ടണമെന്നില്ല, ഇത് ലിമിറ്റഡാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നതല്ല കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ലേശം ചോറും കൂടെ പറഞ്ഞായിരുന്നു. ചോറും കുറച്ച് കട്ടത്തൈരും ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കട്ടതൈര് അങ്ങനെ അധികം പുളിപ്പൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. എങ്കിലും ഉപ്പിടാതെ കഴിക്കാനൊരു പ്രത്യേക രുചിയാണ്. അതിൻ്റെ കൂടെ ഒരു തൈര് മുളകും കൂടെ
ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് രസവും കൂടെ ആയി കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആസാദിലെ ഊണ് അടിപൊളിയായിട്ടുണ്ട്. അവസാനം ആ ഒരു പായസത്തോട് കുടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. പായസവും നല്ല കട്ടിയായിട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് നല്ലൊരു നോൺ വെജ് മീൽസ് കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വഴുതക്കാട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വഴുതക്കാട് ജംഗ്ഷനിലാണ് കേട്ടോ ആസാദുള്ളത്.